എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺവെക്സ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് കോൺവെക്സ് ഫങ്ഷൻസ് എന്ന് നോക്കാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത് ഒരു ഇൻ്റർവലാണ് ഇൻ ദ റിയൽ ലൈൻ ആൻഡ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷനാണ്. ഇത് കോൺവെക്സ് ആണ് എന്ന് പറയണമെങ്കിൽ ഫോർ എനി x1 x2 ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി we have f of t x2 plus 1 minus t x1 is less than or equal to t f of x2 plus 1 minus t f of x1 where 0 less than or equal to t less than or equal to 1. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മളൊരു ഫംഗ്ഷൻ എഫിനെ കോൺവെക്സ് ആണെന്ന് പറയാം. നമുക്കറിയാം, സാധാരണ നമുക്കറിയുന്ന സാധനമാണ് ഒരു സെറ്റ് എപ്പോഴാണ് കോൺവെക്സ് ആവുക എന്നുള്ളത്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് സി ആണ്. അങ്ങനെയാണെങ്കിൽ അത് കോൺവെക്സ് ആവുക എപ്പോഴാണ്? ഇഫ് വെനെവർ സെഡ് ആൻഡ് ഡബ്ല്യു ആർ ഇൻ എ ദെൻ ദെയർ കോമ്പിനേഷൻ ടി സെഡ് പ്ലസ് 1 മൈനസ് ടി ഡബ്ല്യു ഈസ് ആൾസോ ബിലോങ്സ് ടു എ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. That is, if z and w belongs to a, then tz plus 1 minus tw also belongs to a, where 0 less than or equal to t less than 1. Then a is said to be convex എന്ന് പറയും. അതായത് എ ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള ഏത് രണ്ട് പോയിൻറ്സും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് എന്താവണം? എയിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻ ചെയ്ത് കിടക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയുക? എ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ആണെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഈസ് കോൺവെക്സ് വെൻ for any 2 points in A, the line segment joining the 2 points is also in A. ഓക്കെ, ഇനി ഈ കോൺവെക്സ് ഫങ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് തിയറംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് പ്രപ്പോസിഷൻ 3.2 ആണ്. ദാറ്റ് ഈസ് എ ഫങ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ഈസ് കോൺവെക്സ് if and only if the set A equal to set of all xy such that A less than or equal to x less than or equal to b and f of x less than or equal to y. This set is convex. ഈ സെറ്റ് കോൺവെക്സ് ആയാലുള്ളൂ ആ ഫങ്ഷൻ കോൺവെക്സ് ആവുള്ളൂ. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് അത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് ഈസ് കോൺവെക്സ്, എഫ് കോൺവെക്സ് ആണെന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു സെറ്റ് കോൺവെക്സ് ആണെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ആ സെറ്റിലെ രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ലെറ്റ് x1 y1 ആൻഡ് x2 y2 ആർ ബിലോങ്സ് ടു എ. അപ്പോൾ എയിലായതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ ഓഫ് എ വി ഹാവ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y1 and f of x2 is less than or equal to y2 എന്ന് പറയും, by definition of A. Now we have to show that A is convex. That is, we have to show that the linear combination of these 2 points is also belongs to A. അപ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എയിൽ ഉണ്ട് എന്ന് കാണിക്കണമെങ്കിൽ ആ പോയിൻറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്താ വരിക? ഇപ്പോൾ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പോയിന്റ് ടി എക്സ് ടു പ്ലസ് 1 മൈനസ് ടി എക്സ് 1 കോമ ടി എക്സ് ടു ടി വൈ ടു പ്ലസ് 1 മൈനസ് ടി വൈ 1. ഇത്തരത്തിലുള്ള പോയിന്റ്സ് ആണ് അതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ വരിക. അപ്പോൾ ഈ പോയിന്റ് നമ്മളെ എയിലുണ്ട് എന്ന് കാണിക്കണം. അത് കാണിക്കണമെങ്കിൽ ഇതിൻ്റെ എഫ് ഇമേജ് എഫ് ഓഫ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് എന്ന് കാണിക്കണം. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി എക്സ് ടു പ്ലസ് 1 minus t x1 എടുക്കുക. We have f is a convex function. Therefore, by definition of convex function, this is less than or equal to t into f of x2 plus 1 minus t into f of x1. Now, we have f of x2 less than or equal to y2 and f of x1 less than or equal to y1. Which is less than or equal to t into y2 plus 1 minus t into y1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത്. അതായത്
ഈ പോയിന്റിൻ്റെ എഫ് ഒ ഇമേജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ പോയിന്റ് ആണ്. അതിൻ്റെ അർത്ഥം ഈ ഒരു സെറ്റ്, ബൈ ഡെഫിനിഷൻ ഓഫ് ദ സെറ്റ് എ വി ഹാവ് ദിസ് പോയിന്റ് ബിലോങ്സ് ടു എ ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. Therefore we can say that A is a convex set. Now conversely, suppose that A is convex and we have to show that F is a convex function. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് പോയിന്റ് x1 x2 ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലെടുത്തു. നൗ ദെൻ ടി x2 പ്ലസ് 1 മൈനസ് ടി x1 കോമ ടി എഫ് ഓഫ് x2 പ്ലസ് 1 മൈനസ് ടി എഫ് ഓഫ് x1. ഈ പോയിന്റ് എവിടെ ഉണ്ടാവും? ഈസ് ഇൻ എ, ബിലോങ്സ് ടു എയിൽ ഉണ്ടാവും അല്ലേ? കാരണം എന്താ? ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കാരണം ഈ പോയിന്റ് എന്ന് പറയുന്നത് x2 എഫ് ഓഫ് x1 എഫ് ഓഫ് x1 ആൻഡ് x2 എഫ് ഓഫ് x2 ആ രണ്ട് പോയിന്റ്സും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലെ പോയിന്റ്സ് ആണ് എന്ത്? നമ്മുടെ ഈ ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത് ആ ലൈൻ സെഗ്മെന്റിലെ പോയിന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് എവിടെ ഉണ്ടാവും? എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവും അല്ലേ? കാരണം എ കോൺവെക്സ് ആയതുകൊണ്ട് നമുക്കിത് ഉണ്ടാവും. ഇനി നമുക്കറിയാം നമുക്ക് കാണിക്കേണ്ടത് എഫ് കോൺവെക്സ് ആണെന്നല്ലേ? അപ്പോൾ നമ്മളിത് കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് ടി x2 f1 മൈനസ് ടി x1 എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ആക്ച്വലി y2 y1 ഒക്കെയാണ് വേണ്ടത് എങ്കിലും y2 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് x2 ആണ്. അതുപോലെ y1 എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് x1 ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എയിലുണ്ട്. ഇത് എയിലുണ്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫ് ഇമേജ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതായിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എഫ് ഓഫ് x2 പ്ലസ് 1 മൈനസ് ടി എഫ് ഓഫ് x1 എന്ന് പറയാൻ പറ്റും അല്ലേ? കാരണം ഇത് എയിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? എഫ് ഓഫ് ടി x2 പ്ലസ് 1 മൈനസ് ടി x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എഫ് ഓഫ് x2 പ്ലസ് 1 മൈനസ് ടി എഫ് ഓഫ് x1. ദാറ്റ് ഈസ് എഫ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. ഇനി ഇതിൻ്റെ ജനറലൈസേഷൻ ഉണ്ട്, നമ്മളിവിടെ പ്രൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ പ്രൂഫ് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വേറൊരു പ്രപ്പോസിഷൻ 3.4 പറയാം. പ്രപ്പോസിഷൻ ഈ തിയറത്തിൻ്റെ ജനറലൈസേഷൻ അല്ല, കോൺവെക്സിറ്റിൻ്റെ ജനറലൈസേഷനാണ്. ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നില്ല, അത് വളരെ സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പ്രപ്പോസിഷൻ 3.4 പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഈസ് കോൺവെക്സ് if and only if f dash is increasing. അപ്പോൾ നമുക്ക് എഫ് കോൺവെക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂഫ് വേണ്ടിയിട്ട് ഫസ്റ്റ് അസ്യൂം ദാറ്റ് എഫ് ഈസ് കോൺവെക്സ്. നമുക്ക് എഫ് ഡാഷ് ഈസ് ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ വൈ എ ബിത്തെ രണ്ട് പോയിൻ്റാണ് എക്സും വൈയും. വേർ എക്സ് ലെസ് ദാൻ വൈ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ആൻഡ് സപ്പോസ് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1. നൗ നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ്. ഇതെന്ന് പറഞ്ഞാൽ എന്താ വരിക? 1 മൈനസ് എക്സ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ്. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം വൈ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. പിന്നെ തന്നെ ടി ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഈ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ 0 ലെസ് ദാൻ അല്ലേ, ഈ പോയിന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാൻ പറ്റും. ഇനി കൺസിഡർ ചെയ്യുക എഫ് ഓഫ് 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് കൺസിഡർ ചെയ്യാം. പിന്നെ എന്തോന്ന് എറേസ് ചെയ്യുന്നുണ്ട്, ഇത് കൺസിഡർ ചെയ്യാം. ദർഫോർ ബൈ കോൺവെക്സിറ്റി നമുക്കറിയാം എഫ് കോൺവെക്സ് ഫംഗ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ, നമുക്ക് എഴുതാം എഫ് ഓഫ് 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് വൈ അല്ലേ?
പിന്നെ ആ മൈനസ് എഫ് ഓഫ് എക്സ് അങ്ങനെ തന്നെ നിർത്തുക, ഡിനോമിനേറ്ററും അങ്ങനെ തന്നെ നിർത്തുക. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ഒരു എഫ് ഓഫ് എക്സ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്കൊരു മൈനസ് ടി എഫ് ഓഫ് എക്സും പ്ലസ് ടി എഫ് ഓഫ് വൈയും വരും. അതിന് രണ്ടൊന്നും ടി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ദാറ്റ് ഈസ് ഒരു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഉണ്ടാവും, ഒരു ടി കോമൺ ആക്കിയിട്ട് എടുക്കാം, ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സും വരും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് എഫ് ഓഫ് വൺ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ലെറ്റിംഗ് ടി ടെൻസ് ടു 0, ടി 0യിലേക്ക് ടെൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് എന്തായിട്ട് മാറും, എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ട് മാറും, ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ടി കാരണം ഇവിടുത്തെ ഈ ഒരു പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ് ഇത് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തില്ലേ ഈ ഒരു പോയിന്റ്, അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് കിട്ടിയിരുന്നത്, ടി ഇൻറ്റു വൈ മൈനസ് എക്സ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ ടി ടെൻസ്, കാരണം എക്സ് വൺ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് എക്സ് ആണ് ആക്ച്വലി ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ടി ടെൻസ് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇത് എന്തായിട്ട് മാറും, എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ ഇത് നമുക്ക് ലെറ്റിംഗ് ടി ടെൻസ് 0 വി ഗെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. ഇനി ഇതുപോലെ നമ്മൾ ഈ ഒരു പോയിന്റ്, ദാറ്റ് ഈസ് വൺ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ മൈനസ് വൈ കൺസിഡർ ചെയ്യുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിതിനെ വൺ മൈനസ് ടി എക്സ് മൈനസ് വൺ മൈനസ് ടി വൈ എന്ന് എഴുതിക്കൂടെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ വി ഹാവ് എക്സ് ലെസ് ദാൻ വൈ ആണ്, അപ്പോൾ എക്സ് മൈനസ് വൈ ലെസ് ദാൻ 0 വരും, വൺ മൈനസ് ടി ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പോൾ അത് മൊത്തത്തിൽ എന്താവും, പ്രൊഡക്റ്റ് ലെസ് ദാൻ 0 ആണ് വരിക. അപ്പോൾ നമുക്ക് 0 ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് ലെസ് ദാൻ 0 ആണ് വരുന്നത്, അതായത് ഇതേ മൈനസ് വൈ ലെസ് ദാൻ 0. അപ്പോൾ നമ്മൾ തിരിച്ചെടുക്കണം, അതായത് തിരിച്ച് കൺസിഡർ ചെയ്യുക, എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് വൺ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കോൺവെക്സിറ്റി അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് എഫ് ഓഫ് വൺ മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു മൈനസ് ഇല്ലേ, അപ്പോൾ നമുക്കിത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. അതായത് എഫ് ഓഫ് വൈ അങ്ങനെ തന്നെ ഇടുക, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൺ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് വരും. കാരണം നമ്മൾ ബ്രാക്കറ്റിൽ മൊത്തത്തിൽ ചെയ്യും, പിന്നെ ഈ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ രണ്ട് ടേമിനും മൈനസ് വരും, ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് വരും. ഇനി ഇവിടെ എഫ് ഓഫ് വൈ ഉണ്ട്, അതുപോലെ ഒരു മൈനസ് ടി, അപ്പോൾ വൺ മൈനസ് ടി എഫ് ഓഫ് വൈ കോമൺ ആക്കി എടുക്കാം. ഒരു വൺ മൈനസ് ടി ഇവിടെ ഇതിനെ നമുക്ക് എഫ് ഓഫ് വൈ മൈനസ് ടി എഫ് ഓഫ് വൈനെ നമുക്ക് വൺ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് എഴുതാം. പിന്നെ ഇവിടെ ഒരു വൺ മൈനസ് ടി എഫ് ഓഫ് എക്സ് ഉണ്ട്, അപ്പോൾ അതിനെ മൊത്തത്തിൽ നമുക്ക് ഈക്വൽ ടു വൺ മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് എഴുതാം. വൺ മൈനസ് ടി ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ടേമാണ് നമുക്ക് എന്ത് കിട്ടിക്കുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ്. ഹിയർ ഇഫ് വി ലെറ്റ് ടി ടെൻസ് ടു 1, ടി വണ്ണിലേക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിമിറ്റ് ടി ടെൻസ് ടു 1 ദിസ് അപ്രോച്ചസ് ടു എഫ് ഡാഷ് ഓഫ് വൈ ആയിട്ട് മാറും. അപ്പോൾ റൈറ്റ് സൈഡിൽ ടീൻ്റെ ടേംസ് ഒന്നുമില്ല, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതെന്തായിട്ട് മാറും, എഫ് ഡാഷ് ഓഫ് വൈ ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. പക്ഷെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, വി ഹാവ് ഷോൺ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. ദാറ്റ് ഈസ് f of y minus f of x divided by y minus x is greater than or equal to f dash of x. So here we can say this is greater than or equal to f dash of x. That is we get f dash of x less than or equal to f dash of y. That is if x less than y, we get f dash of x is less than or equal to f dash of y. That is f dash is increasing. Therefore, the first part to prove the converse, suppose f dash is
increasing. And let x less than u less than y. Now applying mean value theorem for the intervals xu and uy, we can find r and s such that x less than r less than u, which is less than s less than y, where such that f dash of r equal to f of u minus f of x divided by u minus x, and f dash of s equal to f of y minus f of u divided by y minus u. This is due to the mean value theorem. Now we have r less than s. So, and our assumption is f dash is increasing. So, we have f dash of r is less than or equal to f dash of s. Since r less than s and f dash is increasing, we have f dash of r is less than or equal to f dash of s. That is, f of u minus f of x is divided by u minus x less than or equal to f of u minus f of y minus f of u divided by y minus u. Since we have shown that f dash of r is equal to f of u minus f of x by u minus x. Here f of u minus f of x by u minus x. അതുപോലെ നമ്മൾ f dash of s എന്താണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ. ഇനി നമ്മൾ ഇത് ഏത് യുക്കും ട്രൂ ആണ്. ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി യു സച്ച് ദാറ്റ് എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ. ഏത് എക്സിൻ്റെയും വൈൻ്റെയും ഇടയിലുള്ള ഏത് യുക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ യു ആയിട്ട് ഇൻ പെർട്ടിക്കുലർ ടേക്ക് യു ആസ് യു ഈക്വൽ ടു 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ ഒരു 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1. അപ്പോൾ നമ്മൾ യുവിന് പകരം നമ്മൾ ഈ പോയിന്റ് അപ്ലൈ ചെയ്യാം. ഈ പോയിന്റ് യൂസ് ചെയ്യുക. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സും വൈയും ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിൽ ഒരു പോയിന്റാണ് ഇത് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻ പെർട്ടിക്കുലർ കാരണം അപ്പോൾ അതെന്തായാലും എക്സ് ലെസ് ദാൻ യു ലെസ് ദാൻ വൈ ആകും ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തത് ആ യുവിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വി ഗെറ്റ് എഫ് ഓഫ് യു എന്ന് പറയുമ്പോൾ എന്താവും, എഫ് ഓഫ് ഇനി ഇത് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ പുതിയ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഫ് ഓഫ് യുവിൻ്റെ പകരം എഫ് ഓഫ് 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇത് ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ യു ആയിട്ട് നമ്മൾ ഇതെടുത്തു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ ഒരു ടേമിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് യു മൈനസ് എക്സിന് പകരം ഇവിടെ നമുക്ക് യു മൈനസ് എക്സ് എന്താ വരിക, യു ഈക്വൽ ടു നമുക്ക് എക്സ് മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ യു മൈനസ് എക്സിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം, ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിൽ യു മൈനസ് എക്സിനെ മാത്രം മാറ്റാം. അപ്പോൾ യു മൈനസ് എക്സിനെ മാറ്റുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു അങ്ങനെ തന്നെ ഇടുക. അതുപോലെ നമ്മൾ ഈ ടേം അതായത് വൈ മൈനസ് യുവിന് ഇത് എങ്ങനെ കിട്ടും. അപ്പോൾ ഇതിന്ന് വൈ മൈനസ് യുവിനെ നമുക്ക് ഈ ടേമിൽ നിന്ന് ഇവിടെ നമ്മൾ വൈ മൈനസ് യു കൊടുക്കുമ്പോൾ വൈ മൈനസ് യു എന്ന് പറഞ്ഞാൽ 1 മൈനസ് ടി എക്സ് പ്ലസ് ഇവിടെ ഒരു മൈനസും കൂടി ആകുമ്പോൾ മൈനസ് ടി വൈ എന്ന് വരും. അപ്പോൾ 1 മൈനസ് ടി കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് വൈ മൈനസ് എക്സ് എന്ന് എഴുതാം അല്ലേ. 1 മൈനസ് ടി അപ്പോൾ വൈ മൈനസ് യുക്ക് പകരം 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ് എഴുതാം. അപ്പോൾ 1 മൈനസ് ടി ഇൻറ്റു വൈ മൈനസ് എക്സ്. ഇതൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് 1 മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു എഫ് ഓഫ് വൈ മൈനസ് എഫ് ഓഫ് യു എന്ന് കിട്ടും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. നൗ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് ടി എഫ് ഓഫ് യു മൈനസ് 1 മൈനസ് ടി എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി എഫ് ഓഫ് വൈ മൈനസ് ടി എഫ് ഓഫ് യു എന്ന് വരും. ഇനി ഇവിടെ ഒരു ടി എഫ് ഓഫും ഇവിടെ ടി, ബാക്കി ഇവിടെ ഒരു വെറും എഫ് ഓഫ് യു ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 1 മൈനസ് ടി എഫ് ഓഫ് എക്സിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്തു പ്ലസ് ടി എഫ് ഓഫ് വൈ എന്ന് എഴുതി.
ഇനി നമ്മൾ യുവിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ എന്നായിരുന്നു. വിച്ച് ഈസ് ലെസ് ദാൻ ഒരിക്കലും ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് വൈ എന്ന് കിട്ടി. വെർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് 1 മൈനസ് ടി എക്സ് പ്ലസ് ടി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ടി എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് വൈ. അപ്പോൾ നമുക്ക് എന്ത് നമ്മൾ കാണിച്ചു? എഫ് ഈസ് എ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് കാണിച്ചു. ഇതാണ് പ്രൊപ്പോസിഷൻ 3.4. ഓക്കെ, താങ്ക് യു ഓൾ.